ലീവ് കഴിഞ്ഞ് നാട്ടിൽ നിന്ന് പോണ പ്രവാസികളുടെ അവസ്ഥ സാഹചര്യങ്ങളാണ് മക്കളെ. നട്ടപ്പാതിരക്ക് വിളിച്ചെത്തിയാണ് മക്കളോട് സലാം പറഞ്ഞ് പോകുമ്പോൾ നെഞ്ച് പിടക്കണ പെടുന്ന ആരും കാണൂല. അതൊരു പ്രവാസിക്ക് മറ്റൊരു പ്രവാസിൻ്റെ വേദന മനസ്സിലാവുള്ളൂ. കാരണം ഓനും ആ സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും പോരില്ലാതെ നിവർത്തിയില്ലല്ലോ. പോര് തന്നെ കുട്ടികളെ കളിപ്പിച്ചിക്കേണ്ട സമയത്ത് പ്രവാസ ജീവിതം നയിക്കേണ്ട ഒരവസ്ഥ. എൻ്റെ കുട്ടി രാവിലെ തന്നെ ഞാൻ പോണ കാണാൻ വേണ്ടി ഇങ്ങോട്ട് നീച്ചതാണ്. മോള് വാപ്പ പോണ സങ്കടം തീർക്കാൻ വേണ്ടി മുസലിയിലിരുന്ന് കാര്യം തന്നെയാണ്. ഏതായാലും തുണക്കാരന്മാർ വന്ന് യാത്ര തുടങ്ങി. ഞങ്ങൾ സലാനൊക്കെ പറഞ്ഞ് പെരയിന്ന് സങ്കടപ്പെട്ട് ചെറുതായിട്ടൊന്ന് കരഞ്ഞുകൊണ്ടുണ്ട് ഇറങ്ങി. കുറേ ഇങ്ങനെ യാത്ര ഇങ്ങനെ പോയി കുറേ എത്തിയപ്പോൾ തുണക്കാരന്മാർക്ക് ചായ കുടിക്കാതെ പറഞ്ഞേക്കണ്ടെന്നായി. അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ സെറ്റായാണ് പോകായിരുന്നു. ഇവിടെ ഈ കൊണ്ടോട്ടിങ് തിരിയുമ്പോൾ ഇങ്ങനെ സങ്കടമാണ് സ്ഥലമുള്ളത്. വീഡിയോ എടുക്കില്ലേ? അല്ലാ അടുത്തപ്പോ നെഞ്ഞിൻ്റെ ഒരു പെടപ്പണല്ലോ എല്ലാവരും. ഞാൻ വീഡിയോ എടുത്ത് പെടപ്പ് ഉണ്ടാക്കാം. നാട്ടിൽ ലീവിന് വന്ന ആൾക്കാരല്ലേ എനിക്ക് പെടപ്പുണ്ടാക്കാനേ. അല്ലാഹുവിന്റെ കുതിരത്തിനാലെ എനിക്ക് പാടേ തിരിച്ചു പോരുന്ന പാട്ടുകൾ എനിക്ക് പ്രവാസികള് നാട്ടിൽ ലീവ് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോഴുള്ള ഇടങ്ങേറ് വെച്ച സ്ഥലങ്ങളുള്ളത് അതൊന്ന് കാണിച്ചേരായിരുന്നു. അല്ല അഞ്ചു വേറെ ഞമ്മക്കൊക്കെ ഇത് ഭയങ്കര ഇടങ്ങേറാണ് ഇങ്ങനെ കാണുമ്പോ. പക്ഷെ നിങ്ങൾക്ക് ഇത് കാണുമ്പോ ലീവ് കഴിഞ്ഞാണ്ടേ നാട്ടിൽ നിന്ന് ഇങ്ങനെ പോവാണ്. സങ്കടം ഉണ്ടാവും ഇവ അങ്ങനെ കാണുമ്പോ. വരുമ്പോള്ള സന്തോഷത്തിന് നാലറ്റി സങ്കടല്ലേ. ഇൻഷാല്ലാ ശരിയാവും. നിങ്ങൾ ഈ കടകളൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ അറിയാതെ പിടച്ചു പോകും. ട്രെയിന് വേണ്ടാവോ, നടക്കാൻ പറ്റിയെങ്കിൽ അതിന് നല്ലത്. സങ്കടം ഉള്ളിൽ ഉണ്ട് ട്ടോ. പിന്നെ വിധി എന്നാലും അൽഹംദുലില്ലാ നമ്മളെ പ്രാരാബ്ദങ്ങളൊക്കെ തീർക്കാൻ പറ്റൊരു നാട്ടിലേക്ക് പോകല്ലേ. മനസ്സിനെ സമാധാനിപ്പിച്ച നമ്മള് പ്രവാസികള്. ഏതാ വണ്ടി? ഇന്നോവ ക്രിസ്റ്റേ. തിരിച്ചു വരുമ്പോ ഇതൊക്കെ തിരിച്ചു വരുന്നവർക്ക് ഭയങ്കര ഇറങ്ങി, അങ്ങോട്ട് പോകുന്നവർക്ക് ഭയങ്കര ഇടങ്ങറിച്ച സ്ഥലം. എയർപോർട്ടിന്റെ സൈഡ് ഇങ്ങനെ കാണുമ്പോ എല്ലാത്തൊരു പ്രവാസികളുടെ എന്താ പറയാ എല്ലാവിധ സങ്കടാശംസകളും. ഖത്തറില് കുഴപ്പങ്ങളൊന്നുമില്ലെങ്കിൽ അങ്ങോട്ട് പോകും. ഞങ്ങളങ്ങ് പോകുമ്പോണ്ടേ അങ്ങനെ വളവ് തിരിഞ്ഞ എയർപോർട്ടിന്റെ വളവ്. അങ്ങനെ മക്കളെ 2.5 മാസത്തെ ജീവിതം അങ്ങോട്ട് ആസ്വദിച്ചാണ്ട് പോക്ക് തുടങ്ങി. അങ്ങനെ വലത്തെ സൈഡിൽ എയർപോർട്ടിൻ്റെ പാസിങ് കൊടുത്താണ്ട് കയറി ഉള്ളിക്ക്. നെഞ്ചിലെ കുത്ത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സങ്കടമുണ്ട്. എന്നാലും ആവട്ടെ, അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണെങ്കിലും ജീവിതത്തിൽ കുറേ സങ്കടങ്ങൾ തരണം ചെയ്ത് പോയാൽ തന്നെ വിജയം ഉണ്ടാകാൻ കഴിയുള്ളൂ എന്ന് കരുതി പോവുക തന്നെ. കണ്ടങ്ങൾ എന്താ ചൊറുക്ക്. അങ്ങോട്ട് പോകുമ്പോൾ കബർ കൊണ്ടുപോയി വെക്കണ മാതിരിയാണ്. സങ്കടം കൊണ്ട് സങ്കടം. ഏതായാലും തുണക്കാരൻ ഡ്രൈവിങ് അറിഞ്ഞുകൊണ്ട് സുഖമാണ്. ഒരു സൈഡിലിങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി. അങ്ങനെ വട്ടത്തിൽ തിരിച്ചുകൊണ്ട് നീളത്തിൽ അങ്ങനെ പോയിക്കോളും. ഇവിടുന്ന് ഇങ്ങനെ ഒരു വൈബ് ഉണ്ട് കേട്ടോ. ഇവിടുന്ന് നമ്മൾ എന്തായിട്ടെന്നല്ല കണ്ണ് മുറുക്കി ചുമ്പിയിട്ട് ഒരു ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫ് ഇങ്ങനെ ഒരു ഫീല് മനസ്സിൽ വരും കേട്ടോ. ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ അത് അനുഭവിച്ച ആൾക്കാർക്ക് പ്രത്യേകിച്ച്
ഏതായാലും അങ്ങനെ നമ്മൾ ഈ 2.5 മാസത്തെ ലീവ് കഴിഞ്ഞ് പ്രവാസ ജീവിതത്തേക്ക് വീണ്ടും കാലെടുത്ത് കുത്തി. പടച്ചോൻ പറഞ്ഞിരിക്കണ ഓരോ അരിമണിമേലും പേരെഴുതിയിരിക്കണം. ആ പേരെഴുതിയ അരിമണി ഇന്ത്യയിൽ ഉണ്ടാക്കണമെങ്കിലും തിന്നണ്ട ഞാൻ ഖത്തറിൽ പോയിട്ടാ. എന്നാലും വേണ്ടില്ലേ നിൻ്റെ ജീവിത പ്രാരാബ്ദങ്ങളൊക്കെ തീർന്നിട്ടല്ലോ എഴുതിയിട്ടാണ് കയറി തന്നെ. നമ്മളീ കൊണ്ടുവന്നാക്കാൻ വരുന്ന ആൾക്കാർക്ക് സങ്കടം ഉണ്ടാവില്ല എന്ന് ഒരിക്കലും പറഞ്ഞിട്ട് ഓൽക്കും നമ്മളതേമാതിരി സങ്കടം ഉണ്ടാവും. കൊണ്ടാക്കാൻ വരുന്ന പാഹന്മാർക്ക് കണ്ടമാനം സങ്കടം ഉണ്ടെങ്കിൽ ഓരാരും പുറത്ത് കാണിക്കില്ല. കാരണം നമ്മളും കൂടി സങ്കടപ്പെടേണ്ട എഴുതി കൊണ്ടേക്കാരം ഓലൊന്നും പുറത്ത് കാണിക്കാത്തത്. നമ്മളിറക്കിയിട്ട് ഓല് തിരിച്ചു പോകുമ്പോൾ ഓല് സംസാരിക്കണ നമ്മളെ കാര്യങ്ങൾ തന്നെ ഇക്കാരം 80%. പാവുണ്ട്, എന്തല്ലേ ഗതികേടില്ലേ, സങ്കടാവല്ലേ, പോകുമ്പോലേ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഓല് നമ്മളെന്താട്ടും. നമ്മൾ ഓലവിടെ നമ്മളെ ചവിട്ടിറക്കിയാണ്ട് ഓലോട് പോവുകയും ചെയ്യും. 2 ദിവസമൊക്കെ നമ്മളെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് സങ്കടപ്പെട്ടൊക്കെ ഇരിക്കും. 3-ാമത്തെ സോലും തന്നെ ഓലതായിട്ടുള്ള സോൽക്ക് മാറും. കണ്ടങ്ങൾ 2 പാഹയന്മാരും ഉറ്റ സുഹൃത്തുക്കൾ മാത്രമല്ല കൂടപ്പുറപ്പിങ്ങളും കൂടിയാണ്. പോകുമ്പോൾ മുഴുവൻ നമ്മളെക്കുറിച്ചായിരിക്കും ഓരോ സംസാരങ്ങൾ. ഓന് നല്ല ആര് വന്നാലും അങ്ങനെ തന്നെ ഇരിക്കാം. ആര് പോകുമ്പോഴും ഓലെ കുറിച്ചായിരിക്കും കൂടുതൽ സംസാരിക്കുക. അങ്ങനെ ഞങ്ങൾ 4 സെൽഫിയൊക്കെ എടുത്തുങ്ങാണ്ട് ഞങ്ങൾ പിരിഞ്ഞു കേട്ടോ. സലാം പറഞ്ഞ് ഇന്നല്ലെങ്കിൽ നാളെ കാണത്തേന്നും പറഞ്ഞ് ഞാൻ ട്രോളി എടുത്ത് പോയി. ചെന്നപാട് ബോർഡിംഗ് പാസ്സൊക്കെ തന്ന് അങ്ങനെ പാസ്പോർട്ടും കയ്യിൽ വെച്ച് ഒരു സെൽഫിയൊക്കെ എടുത്ത് ഇങ്ങനെ ഇരുന്ന് ഞാൻ മാത്രമല്ല എന്നെപ്പോലെ കുറേ പാവങ്ങളുണ്ട് സങ്കടപ്പെട്ടിരിക്കണേ. അങ്ങനെ ഇവർ പോകാനുള്ള പുറപ്പാടിലാണ്. എല്ലാവരും പോന്നോളി എന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ ഉച്ചക്കഞ്ഞിക്ക് സ്കൂളിൽ വരിക്കണ മാതിരി വരുന്ന്. സൈഡിൽ കൂടിയും വലത്ത് കൂടി ഇടത്ത് കൂടിയൊക്കെ ക്യാമറയും പിടിച്ച് ഞാൻ അങ്ങനെ നടന്ന് ആരോടും ഉണ്ടാതെ അങ്ങനെ ഞാൻ ഫ്ലൈറ്റിനുള്ളിൽ പ്രവേശിച്ച് എൻ്റെ ഷീറ്റ് നമ്പർ എവിടെയും തിരഞ്ഞെടുക്കുമ്പോൾ കിടക്കണം. എൻ്റെ ഷീറ്റ് നമ്പറിന് മുമ്പിലെത്തി ഞാൻ അവിടെ ഇരുന്ന് സെൽഫിയൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്ത്. എൻ്റെ മാതിരി കുറേ പാവങ്ങളുണ്ട് ഇതിൽ കേട്ടോ. എൻ്റെ സൈഡിലുള്ള പഹയം കുറേ പയക്കുണ്ട് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഞാനേതായാലും കിട്ടിയ ഷീറ്റിന് എക്സിറ്റ് ഭാഗത്തിൻ്റെ ഷീറ്റാണ്. ആ അപകടത്തിന് ശേഷം എക്സിറ്റ് സീറ്റ് എവിടെയും തിരഞ്ഞെടുക്കുന്ന ആൾക്കാരപ്പോൾ കൂടുതലും. ഏതായാലും പറഞ്ഞാൽ മക്കബിൽ എങ്ങനെ നമ്മളെന്തെങ്കിലും ആയി സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കഴിച്ചിലാണെന്നൊക്കെ എയർഹോസ്റ്റർമാരിങ്ങനെ പറഞ്ഞിരുന്ന സമയത്ത് ഫ്ലൈറ്റ് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ മൂവ് ആയി തുടങ്ങി. നാട്ടിലുള്ള സന്തോഷങ്ങളൊക്കെ ഇങ്ങനെ ക്യാമറയിൽ ഒപ്പിയെടുത്ത് ഞാനും പോയി. എൻ്റെ കൂടെ നിൽക്കണ ചങ്ങായിക്കാണെങ്കിലോ പുറത്തുനിന്ന് എനിക്ക് കാഴ്ചകൾ കണ്ടിട്ടില്ല. എൻ്റെ മനസ്സിനുള്ള വേദന മനസ്സിലാവുന്നുണ്ട്. ഓൻ കാഴ്ചകളൊന്നും കാണാൻ താല്പര്യപ്പെടാത്തൊരു മനസ്സിലാവുന്നുണ്ട്. ഞാനും എൻ്റെ സൈഡിൽ കൂടെയൊക്കെ നിന്ന് കുറേയൊക്കെ ക്യാമറയിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. വേറെ ഒന്നിനല്ല ഞാൻ പിടിച്ചെടുക്കണത്. അതൊക്കെ നാട്ടിൽ ചെന്നിട്ട് അയവിറക്കിയിരിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്. ഇവിടെ ചെന്ന് വേറെ പണിയൊന്നുമില്ലല്ലോ. അങ്ങനെ 1-2 പറഞ്ഞിരുന്ന ഫ്ലൈറ്റ് അങ്ങനെ മൂവായി തുടങ്ങിയിട്ടാണ്. ഫ്ലൈറ്റ് മൂവായി തുടങ്ങിയപ്പോൾ നല്ല സ്പീഡിൽ അങ്ങനെ പോയി. ആ കണ്ണാടിൻ്റെ ചില്ലിൽ കൂടെ നമുക്ക് സൈഡിൽ കൂടെ അങ്ങനെ നോക്കുമ്പോൾ കാണാം നമ്മൾ കാറിൽ യാത്ര ചെയ്യണ ഒരു ഫീലാണ്. മരങ്ങളൊക്കെ മിന്നാലെ വണ്ടി വരുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അമ്മാതിരി ഫീല്. ഏകദേശം ഇത് ഭൂമിയിൽ നിന്നാണ് പൊന്തുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളിവിടെ ഒന്നല്ല, നമ്മൾ പോവുകയാണ്, നമ്മളെ നാട് വിട്ടു പോവുകയാണ് എന്ന് മനസ്സിലാവും. സങ്കടങ്ങൾ ഇവിടെ നിന്ന് പൊന്തുമ്പോൾ തുടങ്ങും മക്കളെ, സങ്കടത്തിൻ്റെ കടൽ. അങ്ങനെ വിമാനം പൊന്തിയെന്ന് മാത്രമല്ല നമ്മളെ ചെറുക്കനെ സൈഡിൽ കൂടെ ഒക്കെ കുറേ കാഴ്ചകൾ ഓൻ്റെ കണ്ണിൽ കൂടെ ഒപ്പി കൊടുത്തുട്ടോ. ഞാൻ അത് ക്യാമറയിൽ കൂടെ ഒപ്പിയെടുത്ത് നിങ്ങളെയും കൂടി കാണിച്ചു തരാമല്ലോ എഴുതിയണ്ട ഞാൻ നിൽക്കണം. എല്ലാവർക്കും ഉള്ളിൽ സങ്കടമുണ്ട്. തമ്മിലാരും മുണ്ടണില്ല. മരിച്ചോടത്തെ പേരിൽ ചെന്ന മാതിരി ആരും മുണ്ടാത്ത ആൾക്കാരാണ്. എന്തായാലും ആവട്ടെ എന്ന് കരുതി ഞാൻ തേട്ടി സൈഡിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് തരുമല്ലോ എഴുതി കണ്ടപ്പോൾ ഞാൻ നോക്കണം. അപ്പോൾ എയർവേസുമാരേതായാലും ചോറും കൊണ്ടുവരണം. അങ്ങനെ ഞങ്ങൾക്ക് ചോറൊക്കെ കിട്ടി. അപ്പോൾ ഏതായാലും ഇനിയും പോകാൻ സമയമുണ്ട്, ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ, അവിടെ എത്തോളം നോക്കാമല്ലോ എന്നും കരുതി ഞാൻ തേട്ടി എക്സിറ്റ് സീറ്റിൻ്റെ അടുത്തുള്ള കവർ തുറന്നിട്ട് അതിൽ നിർത്തതിൻ്റെ ചിത്രങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി എങ്ങനെ തുറക്കേണ്ടി, എന്താ അത് കാട്ടേണ്ടി എന്നൊക്കെ. കാരണം നമ്മളെ കാരണത്താൽ എന്തെങ്കിലും ലോക്കായി കഴിഞ്ഞാൽ ആരും അയച്ചിലാകാതൊക്കെ അതല്ലേ, നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ നമ്മളും ചെയ്ത് കൊടുക്കണ്ടേ, നമ്മൾ ബാക്കിയുണ്ടോ ഇല്ലെന്നില്ല. അങ്ങനെ ഞാൻ ഇറങ്ങാനുള്ള പുറപ്പാട് സീറ്റ് ബെൽറ്റൊക്കെ ടൈറ്റാക്കിയാണ്ട് ഞാൻ പുറത്തേക്കും നോക്കി ഇങ്ങനെ നിന്നു. അങ്ങനെ ഏതായാലും ഞങ്ങളെ മണ്ണിൽ തൊട്ടു. 2.5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പ്രവാസ ജീവിതം തുടങ്ങാലോ എന്ന് കരുതി ഞങ്ങളെ മണ്ണിൽ തന്നെ തൊട്ടു. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് വലിയ ബുദ്ധിയൊന്നും തോന്നുന്നില്ല. അഞ്ചൊപ്പുറത്തിരിക്കണമെന്ന് വലിയ ബുദ്ധിയൊന്നുമില്ല. ഈ പുതിയതായിട്ട് ഇങ്ങനെ കയറി വരുന്ന ആൾക്കാർക്ക് ഇതൊക്കെ കാണുമ്പോൾ എന്തോ ഒരു കൗതുകമായി തോന്നും. ഏതായാലും ഇവിടെ വന്നിട്ട് നിങ്ങളൊന്നും കാണാതെ പോയില്ല എന്ന് പറയില്ല. ഖത്തറിൽ കാണാൻ മാത്രം ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. നിങ്ങളൊക്കെ ഇവിടെ വന്നൊന്ന് കണ്ടൊക്കെ പോയിക്കോളി. കജ്ജിലുള്ള കായ് പാത്തിച്ചങ്ങാണ്ടൊന്നും ആരും മരിച്ചപ്പോൾ കൊണ്ടുപോയ ചരിത്രങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും കജ്ജിൽ കായ് പാത്തിച്ചാണ് നിൽക്കണ്ട.
എങ്ങനെയൊക്കെ പറഞ്ഞാലും നാട്ടിലിറങ്ങിയ സമയത്ത് ഖത്തറിലിറങ്ങിയ സമയത്ത് പുറത്തുള്ള മുടിയിട്ട് കാരണം എന്താണെന്നറിയില്ല, ഉള്ളിൽ കൂടെയൊക്കെ കാറ്റും കോളൊക്കെ വരുന്നുണ്ട്, പുകയും വരുന്നുണ്ട്. വെടിയൊന്നും പൊട്ടണ ഒച്ചയിട്ടൊക്കെ ആക്കാത്തതുകൊണ്ട് ആരും ഒച്ചമുളി ഉണ്ടാക്കണില്ല, കുട്ടികൾ മാത്രമേ ഒച്ചമുളി ഉണ്ടാക്കണുള്ളൂ. അങ്ങനെ എയർവേസുമാരൊക്കെ ഇതിങ്ങനെ നോക്കിക്കാം, ഞാനും തന്നെ കുറച്ച് നേരം നോക്കി, എന്താ റബ്ബേ ഇതിങ്ങനെ പുകയൊക്കെ വരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത് പുറത്തുള്ള ഹ്യൂമിഡിറ്റി കാരണം ഉള്ളിലേക്ക് തണുപ്പിൻ്റെ എന്തോ പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നതെന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞ്. അങ്ങനെ നമ്മളെ തുണക്കാരൻ പുറത്തേക്കൊക്കെ നോക്കിന്നോ, കുറേ ആലോചിച്ചിട്ടും സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല മോനെ, അങ്ങോട്ട് എത്തണമല്ലോ എന്നും പറഞ്ഞ് ഞാൻ മോനോട് ഓൻ്റെ മുഖത്തേക്ക് ഒരു നോട്ടം നോക്കി, ആ പുറത്തേക്ക് നോക്കി അങ്ങനെ ഇരുന്നു. അതൊക്കെ പോട്ടെ, ഏതായാലും ഇപ്പം ഞാൻ ഏതായാലും വന്നല്ലോ, ഇനി വന്നാൻ പക്കം നാളെ ജോലിക്ക് ഇറങ്ങാലോ എന്നും കരുതി ഞാൻ ചിന്ത ഓരോന്നോരോന്ന് മാറ്റി തുടങ്ങി. എൻ്റെ മനസ്സിനെ ഞാൻ തന്നെ പാകപ്പെടുത്തി കൊണ്ടുവന്നു. അല്ലാതെ ഇതിങ്ങനെ മനസ്സിൽ സങ്കടം കയറ്റിയിടുന്ന ജീവിതകാലം മുഴുവൻ സങ്കടപ്പെടാനേ നേരം ഉണ്ടാവുള്ളൂ. ഞാൻ കുറേ ആലോചിച്ചു, ഞാൻ മാത്രം എന്നല്ലല്ലോ ഇവിടേക്ക് പണിക്ക് നിൽക്കണേ, എൻ്റെ നാട്ടിലുള്ളവരും പണിക്ക് നിന്ന ഓൽക്കുണ്ടല്ലോ കൂട്ടം കുടുംബമൊക്കെ. അങ്ങനെ പറഞ്ഞ് സമാധാനിക്കും. അല്ല എന്താ ചെയ്യുക, പോകേണ്ടടുത്ത് പോകുന്നെ വേണ്ടേ നമ്മൾ. ഇനിയിപ്പോൾ ഈ വിമാനത്തിൽ കയറണമെങ്കിൽ ഇഞ്ഞും കജ്ജണല്ലോ റബ്ബേ, ഒരു കൊല്ലമൊന്നും കരുതിയിട്ടേക്കാരം ഞാനും ഓനൊക്കെ ഇരിക്കണത്. ഏതായാലും ഈ മരുഭൂമിയിൽ കിടന്നുകാണ്ട് അവനാൻ്റെ കുട്ടികളെ പട്ടിണിയെങ്കിലും മാറ്റാൻ കഴിയണേന്ന് കരുതിയിട്ട് ഓരോരുത്തരും ഇങ്ങോട്ട് വരുന്നത്. കൊട്ടാരൊന്നും കെട്ടിയില്ല, ഒരു ചെറിയൊരു കുടിലും കയറ്റാൻ ഈ നാട് നമ്മളെ സഹായിച്ചിരിക്കണം കേട്ടോ. ഏതായാലും നമ്മൾ ഈ ഖത്തറിൻ്റെ മണ്ണിക്ക് ചവിട്ടി പുറത്തേക്ക് ഇറങ്ങി, എല്ലാവരും ഓരോരുത്തർ ഓരോ സ്വപ്നം കൊണ്ട് ഇങ്ങനെ നടക്കണം ബാഗും പിടിച്ച്. എല്ലാവരുടെ സ്വപ്നങ്ങളും പടച്ചോൻ ഹാസിലായി കൊടുക്കട്ടെ, പ്രയാസങ്ങളൊക്കെ പാവങ്ങളത് എല്ലാവരും മാറ്റി കൊടുക്കട്ടെ. ഇതൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ ഇറങ്ങുമ്പോൾ കണ്ടിക്കണ് ട്രോളിങ് കൊണ്ട് ഇങ്ങനെ നടക്കണം ഓരോരുത്തർ. അങ്ങനെ ഞാനും എടുത്തൊരു ട്രോളി. അങ്ങനെ ബെൽറ്റുമൊക്കെ നോക്കിയിരിക്കുക, എപ്പോൾ വരും എൻ്റെ ബാഗ് എന്നും കണ്ട്. അവസാനം ബാഗ് കിട്ടിയെന്നല്ല, വരാൻ നമ്മളെ ചങ്കിനെ കാത്തിക്കുക, കുറേ നേരമായി കാത്തിക്കണ്. അങ്ങനെ അവസാനം നമ്മളെ പടക്കുരത്തിലായിട്ട് അവൻ എത്തിട്ടോ. അങ്ങനെ ഞങ്ങൾ ബാഗൊക്കെ ബാക്കിൽ വെച്ച് ഞങ്ങളെ നാട്ടിലേക്ക് യാത്ര തുടങ്ങി. ഏതായാലും ഇമ്മാതിരി ചൂടത്താണെങ്കിൽ വരൂലേ ഇനി എന്നൊക്കെ മനസ്സിൽ പറയുന്നുണ്ട്. പക്ഷേ വരല്ലാതെ കോലല്ലോ. വണ്ടിയിൽ കയറിയ പാട് തുടങ്ങിയ ഖത്തറിൻ്റെ ചൂടും ഖത്തറിൻ്റെ തണുപ്പും മഴയും നാട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് ഞങ്ങൾ അങ്ങനെ യാത്ര തുടങ്ങി. ഏതായാലും കൂട്ടുകാരന്മാരൊക്കെ പാടെല്ലാവരും കൂടി കണ്ടപ്പോൾ ഒരു സമാധാനം, ഒരു സന്തോഷമൊക്കെ ഉണ്ട്. അങ്ങനെ റോട്ടിൽ കൂടെ അങ്ങനെ പോണ സമയത്ത് കണ്ണിന് കുളിർമേറുന്ന കുറേ കാഴ്ചകൾ കണ്ടിട്ട് അങ്ങനെ പോയി. മനസ്സിന് സങ്കടം ഉണ്ടെങ്കിലും കാഴ്ച കാണുമ്പോൾ സന്തോഷം തന്നെ കേട്ടോ. ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്നതാണ് ഞങ്ങൾ. പഴിച്ചിട്ടാണെങ്കിൽ പള്ളിയിൽ കത്തിക്കാളുന്നുണ്ട്. ഇനിയിപ്പോൾ പരോടാണ് പറയും ചെയ്യുക, എന്താടാ എന്തെങ്കിലും ഒന്ന് വാങ്ങിത്തരും. പിന്നെ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞ പോലെ ഉത്തരവാദിത്തം നമ്മളെ പൈപ്പ് മാറ്റൽ. 1-2 ദിവസമൊക്കെ മാറ്റിത്തരും. പിന്നെ നമ്മൾ പഴയത്ത് ആണെങ്കിൽ പൈപ്പ് മാറ്റുക. ഒന്നല്ല കേട്ടോ, വെറുതെ പറഞ്ഞതാ. എല്ലാവരും ഭക്ഷണത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തമ്മിൽ സഹായിക്കും. അതൊക്കെ പറഞ്ഞിടയിൽ നമ്മളെ നാട്ടുകാരൻ്റെ ഒരു മരമുണ്ട് ഇവിടെ കടിയിൽ കിടന്നാൽ, ഓൻ്റെ കടയിൽ പോയി ഭക്ഷണം കഴിക്കാമെന്നും പറഞ്ഞ് ബിരിയാണിയും കഴിച്ച് കഴിഞ്ഞ് നേരെ റൂമിലേക്ക് യാത്രയായി.